യോഹന്നാന്റെ 19:34 നമ്മൾ വായിക്കുന്നത്, എങ്കിലും അതായത് കർത്താവിനെ ക്രൂശിച്ചു കഴിഞ്ഞ് പീലാത്തോസിനോട് അവരപേക്ഷിച്ചു. എന്താ അതിന്റെ 31 വാക്യത്തില്, അന്ന് ഒരുക്കനാള് ആ ശബത്ത് വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അവര് പെട്ടെന്ന് മരിക്കാനുള്ള സമയമായില്ല, ക്രൂശിച്ചതേ ഉള്ളൂ. ക്രൂശിച്ചു കഴിഞ്ഞാൽ കുറെ സമയമെടുത്തേ മരിക്കത്തുള്ളൂ. ഇഞ്ചിഞ്ചായിട്ട് മരണം വരുന്നേ. അപ്പോ അതുകൊണ്ട് അവര് ശബത്തുമായി ഒടിച്ച് ഒരു ഹേമം കൂടെ കൊടുത്താൽ ചിലപ്പം കുറെ കൂടെ പെട്ടെന്ന് മരിച്ചേക്കും എന്ന് വിചാരിച്ചായിരിക്കും കാൽ ഒടിപ്പിച്ച് എടുക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് കർത്താവിന്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാൽ ഒടിച്ചു. ഇടത്തും വലത്തും ഉള്ളവരുടെ രണ്ടുപേരുടെയും കാല് ഒടിച്ചു. അവര് മരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോ എങ്ങനെയാണ്? യേശുവിന്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാൽ ഒടിച്ചില്ല. യേശു ജീവൻ പിടിച്ചവിടെ വെക്കാനല്ല, അതിനെ ആ മരണത്തെ റെസിസ്റ്റ് ചെയ്യാനല്ല, മരണം വഹിപ്പാനാണ് യേശു താല്പര്യപ്പെട്ടത്. അതുകൊണ്ട് അവൻ പെട്ടെന്ന് മരിച്ചു. അവൻ പെട്ടെന്ന് മരിച്ചു. പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. രക്തവും വെള്ളവുമായിട്ട് പുറപ്പെടണമെന്നുണ്ടെങ്കിൽ, ആ കുന്തം കൊണ്ട് കുത്തിയപ്പോ പുറപ്പെടണമെന്നുണ്ടെങ്കിൽ മരിച്ചിട്ട് ഒട്ടു നേരമായിട്ടുണ്ട്. അപ്പോ കർത്താവ് മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. മറ്റവര് കള്ളന്മാര് അവര് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് അവർക്ക് സമയം എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് അവരുടെ കാലൊടിച്ചു. എന്നാൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോ എത്രയും പെട്ടെന്ന് അവന് മരിക്കുകയായിരുന്നു. അവൻ എന്തിനാ വന്ന ഈ ലോകത്തില്? നമുക്ക് വേണ്ടി, നമുക്ക് പകരം മരിക്കാനായിട്ട് വന്നവനാണ്. അവൻ ആ മരണത്തെ ഇഷ്ടപ്പെട്ടു. ആ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവന് ആ മരണം ഏറ്റെടുക്കാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ ആ ഒരു കർത്താവിനെയാണ് നമുക്ക് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്. ആ കർത്താവിനെയാണ് നമുക്ക് ഉദാഹരണമായിട്ട് തന്നിരിക്കുന്നത്. ആ മരണത്തെ റെസിസ്റ്റ് ചെയ്യല്ല, മരണത്തോട് യോജിക്കുക. പല കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തില്, ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളിലും നമ്മൾ മരിക്കേണ്ടതായിട്ട് ഇടവരും. മരിക്കേണ്ടതിന് ഇടവരുന്നിടത്ത് നമ്മുടെ ജീവനെ മരണത്തിന് വിട്ടുകൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ ആണെങ്കിൽ യേശുവിന്റെ പ്രകൃതമല്ല നമുക്കുള്ളത്. നമ്മൾ ആ മരണത്തിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ മതി, പല കാര്യങ്ങളെ കൂടെ നമ്മൾ ഇടപെടേണ്ടി വരും. ആ പല കാര്യങ്ങളിൽ കൂടെ നമ്മൾ ഇടപെടുമ്പോ നമ്മള് അവിടെ ഒക്കെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ നാം ഒരു മരണത്തിന് നമ്മളെ വിധേയപ്പെടുത്തിയാൽ ആ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു ജീവിതമായിരിക്കും നമ്മൾ
നടത്തുന്നത്. ആ മരണത്തിനായിട്ട് നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കുക. അപ്പോ ക്രിസ്തുവിന്റെ ക്രൂശ് അനുഭവമായിരിക്കണം നമ്മളുടെ ഡെയിലിയുള്ള ജീവിതം. ദൈനംദിന ജീവിതത്തില് ആ ക്രൂശിന്റെ അനുഭവത്തിൽ കൂടെ നമ്മൾ പോകാനായിട്ട് തയ്യാറാകണം. അപ്പോൾ മാത്രമേ നമ്മൾ ഒരു 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 ക്രിസ്ത്യാനി ആയിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ലോകത്തിലുള്ളവരെ പോലെ നമുക്ക് ആയിരിക്കാം. അതിനെ റെസിസ്റ്റ് ചെയ്യാം, റെസിസ്റ്റ് ചെയ്ത് അവിടെ ജയിക്കാൻ നോക്കാം, ഒക്കെ നടക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ആ ക്രൂശിന്റെ അനുഭവത്തിൽ കൂടെ അവൻ കടന്നു പോകണം. കർത്താവ് പറയുന്നത്, എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഈ ലോകത്തില് കർത്താവ് ജനിച്ചത് കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടി അല്ല. പിതാവിനൊരു ഇഷ്ടമുണ്ട്. ഒരു പ്രത്യേക പർപ്പസിലാണ് പിതാവ് അവനെ ഈ ലോകത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത്. ആ കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ലോകത്തിലുള്ളവർ തിരഞ്ഞെടുക്കുന്നത് പോലെ എനിക്ക് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് കഴിയുകയില്ല. അവൻ പാപം ചെയ്തിരുന്നില്ല. യേശുക്രിസ്തു പാപം ചെയ്തിരുന്നില്ല. നമ്മള് ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും പാപത്തിന് അധീനരായിട്ടാണ് ആയിപ്പോകുന്നത്. പിന്നെ അവിടെ ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്ത് നിന്നാലേ നമ്മൾ ആ പാപം കൂടാതെ ജീവിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ പാപത്തിന് അധീനനാക്കാനാണ് ലോകത്തിലെ കാര്യങ്ങൾ ഓരോന്നും ക്രമപ്പെട്ടു വരുന്നത്. എങ്ങനെ നമ്മളെ പാപത്തിന് അധീനനാക്കണം. പക്ഷെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ പാപത്തോട് എതിർത്ത് നിൽക്കണം. പാപത്തോട് എതിർത്ത് നിന്ന് ജീവനായിട്ട് പോകണം. ഇതാണ് കർത്താവിന്റെ ആഗ്രഹം. പാപത്തോട് നമ്മൾ എതിർത്ത് നിന്ന് ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ നമ്മൾ പ്രാപിക്കണം എന്നുള്ളതാണ് കർത്താവിന്റെ ഇഷ്ടം. യേശുവിനും പരീക്ഷയുണ്ടായി. അവിടെ പറയുന്നത് എന്താണ്? അവൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരാണ്. നമുക്ക് ഉണ്ടാകുന്ന അതേ പോലെയുള്ള പരീക്ഷകള് അവനുണ്ടായി. ഈ 2000 വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇന്ന് എനിക്കുണ്ടാകുന്ന പരീക്ഷയല്ല അന്ന് കർത്താവിനുണ്ടായത്. ആ 2000 വർഷം മുമ്പ് ഒരു സാധാരണ മനുഷ്യൻ ഉണ്ടാകാവുന്ന എല്ലാ പരീക്ഷകളിലും കൂടെ കർത്താവ് കടന്നുപോയി. പക്ഷേ ഈ കർത്താവ് പാപം ചെയ്തില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ സാഹചര്യത്തില് നമുക്കും പാപം ചെയ്യാതെ ഇരിക്കാം. പ്രയാസമാണ്. പല കാര്യങ്ങള് വേണ്ട 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 എന്ന് വെച്ച് കഴിഞ്ഞാലേ അത് പറ്റത്തുള്ളൂ. പക്ഷെ പാപം ചെയ്യാതിരിക്കാം. ആ യേശു ജീവിച്ചതുപോലെ, യേശു ഈ ലോകത്തിൽ ജീവിച്ചതുപോലെ ജീവിച്ചു പോകാനാണ് നമ്മളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ രക്തം മുഴുവൻ ഊറ്റി തന്നാണ് അവൻ മരണത്തിന് വിധേയപ്പെട്ടത്. അപ്പൊ ആ ഒഴുക്കി കൊടുക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു.
നമ്മുടെയും നമുക്കും ഒരു മാതൃകയായിട്ട് അവൻ തന്നിരിക്കുകയാണ്. ഒഴുക്കി കൊടുക്കാൻ നമ്മളെയും മാതൃകയായിട്ട് നമുക്ക് മാതൃകയായിട്ട് തന്നിരിക്കുകയാണ് അവനെ. അവൻ ഒഴുക്കാൻ തയ്യാറായിരുന്നു. നമ്മളും ആ തയ്യാറെടുപ്പിൽ ആയിരിക്കണം. അപ്പം കഷ്ടതയിൽ കൂടെ കടന്നു പോകാൻ നമ്മൾ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മരിക്കുന്നവരായിരിക്കണം. പല കാര്യങ്ങൾക്ക് ക്രിസ്തു മരിച്ചു ലോകത്തില്. അതുപോലെ നമുക്കും അതേ സാഹചര്യങ്ങളിൽ നമുക്കും മരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമുക്ക് താല്പര്യം മരിക്കാനാണോ അതോ നമ്മള് ജഡത്തിൽ വെളിപ്പെടാനാണ്? നമ്മൾ മരിക്കുന്നില്ലെങ്കിൽ ജഡത്തിൽ വെളിപ്പെടുക, ആ വെളിപ്പാടാ ഉണ്ടാകുന്നത്. അതുണ്ടാകാനായിട്ട് ഇടയാകരുത്. നമ്മളോട് പറയുന്നത്, നിങ്ങൾ മരിച്ച യേശുവിന്റെ ജീവനിൽ വെളിപ്പെടണം. 2 കൊരിന്ത്യർ 4:10-11 സഹോദരന് അത് പറഞ്ഞു. യേശുവിന്റെ ജീവനിൽ വെളിപ്പെടണം. യേശു നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടിയിട്ട് യേശുവിന്റെ മരണം നമ്മളുടെ ശരീരത്തിൽ വഹിക്കണം. യേശുവിന്റെ ജീവനാണ് വെളിപ്പെടേണ്ടത്. യേശുവിന്റെ ജീവൻ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ യേശുവിന്റെ മരണം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. അപ്പോൾ മാത്രമേ നമ്മിൽ നിന്ന് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്കവണ്ണമുള്ള വാക്കുകൾ വെളിവരത്തുള്ളൂ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. ആ കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരണം വഹിക്കുന്നവരാണെങ്കിൽ മാത്രമേ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുകയില്ല. സങ്കീർത്തനം 31-ാം സങ്കീർത്തനം 20-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നത്, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും വിടുവിച്ചു. ഇവിടെ 19-ാം വാക്യം കൊടുക്കുന്ന അതിന്റെ കൂട്ടത്തിൽ നോക്കാം. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചിരിക്കുന്നതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. അതാണ് നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് ചെയ്തിട്ടുള്ളത്. അവരെ 20-ാം വാക്യം, നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു. കൂട്ടുകെട്ടിൽ അവരെ നമുക്കെതിരായിട്ട് വരുന്ന ആ കൂട്ടുകെട്ടിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ അവരെ മറയ്ക്കും. അവരെ നമ്മുടെ എഴുതിയിട്ടില്ല, അവരെ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വാക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. ഒരു പ്രതിസന്ധിയില് നമ്മള് എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ അവരെ നാവുകളുടെ വാക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിൽ ഒളിപ്പിക്കും. ഇരുപത്തൊന്നാം വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നത്, യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തന്റെ ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു.
കർത്താവിന്റെ ദയ നമുക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. അത്ഭുതമായ കർത്താവിന്റെ ദയയാണ് നമ്മളെ ദിവസവും നടത്തിക്കൊണ്ടു പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ പ്രയാസമായിരുന്നു. ആ ദയക്കകത്ത് നമ്മളെ ആക്കി ഒളിച്ചു വെച്ചിരിക്കാൻ ദൈവം ചെയ്തിരിക്കുന്ന അതാണ്. ആ ദയക്കകത്ത് ആക്കി നമ്മളെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ വലിയ പാപങ്ങളിലൊന്നും വീഴാതെ ഒക്കെ അങ്ങ് പോകുന്നത്. ഒരു ജയജീവിതം നടത്താൻ പറ്റുന്നെങ്കിൽ അതിന്റെ കാരണം കർത്താവ് നമ്മളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഈ കർത്താവിന്റെ ആ പ്രൊട്ടക്ഷൻ നമുക്ക് എത്ര വിലയേറിയതാണ്. കർത്താവ് നമ്മളെ എക്സ്പോസ് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ, വെളിയിലോട്ട് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ അകപ്പെട്ടത് തന്നെ പാപത്തിന് അകപ്പെട്ട ഒരു ജീവിതത്തിലായി പോകും. എന്നാൽ കർത്താവ് നമ്മളെ ഒളിപ്പിക്കുന്നു. അവന്റെ ചിറകിന്റെ മറവിൽ നമ്മളെ ഒളിപ്പിക്കുന്നു. ആ ഒളിപ്പിക്കുന്ന കർത്താവ് എത്ര വലിയവൻ, എത്ര വലിയവൻ. ആ കർത്താവിന്റെ ആ പ്രൊട്ടക്ഷൻ, നമ്മുടെ മേലുള്ള ആ പ്രൊട്ടക്ഷൻ, നമ്മളുടെ മേലുള്ള ആ കരുതല്, അത് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മള് പാപത്തില് അകപ്പെട്ടു പോകാതെ ജീവിക്കാൻ ഇടയായിത്തീരുന്നത്. നമുക്ക് ഈ കർത്താവിന്റെ കൃപ പ്രാപിച്ച്, ആ കർത്താവ് സർവശക്തനാണ്, പരിശുദ്ധനാണ്, നമ്മളെ പരിശുദ്ധിയിൽ നടത്താൻ കഴിവുള്ളവനാണ്. ആ കർത്താവിന്റെ പ്രൊട്ടക്ഷനിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം, നമ്മെ തന്നെ അതിന് അടിമപ്പെടുത്തി കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം നയിക്കാം. അതിന് കർത്താവ് നമ്മളെ ഓരോരുത്തരെ സഹായിക്കപ്പെട്ടു. വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 19:34 വാക്യം. പടയാളികൾ കർത്താവിനെ തന്റെ വിലാപ്പുറത്ത് കുത്തി. ആ കാര്യമാണ്, ആ സംഗതിയെ പറ്റിയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാനും അതിനകത്തൊരു പങ്കാളിയാണ്. കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം മറിച്ചു തന്നിട്ടുണ്ട്. ദൈവത്തിലൂടെ ആ സഹോദര ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, പാപം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സ്വർഗത്തിലൊരു അത് വായിക്കാവോ? രണ്ടിന്റെ അതൊരു വലിയൊരു ആശ്വാസവചനമാണ്. വിചാരിച്ചു ഇന്റൻഷലി യു ഷുഡ് നോട്ട് സിൻ. പക്ഷെ നമ്മളിന്നു കർത്താവ് പാപം ചെയ്യാതിരിക്കുവാൻ എഴുതുന്നു. പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ആ ഒരു വാക്യം ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെ ഇങ്ങോട്ടാ പോയത്, ഇങ്ങോട്ടാ പാതാളത്തിലോട്ട്. ഇത് നോക്കാം. ആ വാക്യം ഉള്ളതുകൊണ്ട് ഞാനത് വളരെ അതിന് ഞാൻ ആശ്രയിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഭാവങ്ങളൊക്കെ ഉണ്ട്. ചിന്താമണ്ഡലത്തില് നമ്മളിന്ന് വായിച്ച് 19 34 വായിച്ചത്. താഴോട്ട് വായിക്കുന്ന അവസരത്തിൽ കർത്താവിൻ്റെതായ ഒരു പഴയ നിയമ ഒരു പ്രൊഫസി
താൻ ഫുൾഫിൽ ചെയ്തതായിട്ട് താൻ ഫുൾഫിൽ കർത്താവ് അങ്ങനെ തന്നെ നോട്ട് വൺ ഓഫ് ഹിസ് ബോൺ ഇസ് ബ്രോക്കൺ. അത് കർത്താവിന് അത് സാധിച്ചു. ഒരു സങ്കീർത്തനത്തിലെ 36 34:20 ആ വാക്യം. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു കർത്താവാണ് നമുക്കുള്ളത്. പക്ഷേ കർത്താവ് ആരാണെന്നൊന്നും ഒരു വാക്യം കൂടി ഞാനൊന്ന് വായിച്ചിട്ട് ഞാൻ ഇവിടുന്ന് എളുപ്പം പോകോളാം. 1 തിമോത്തി 6:16 ഒന്ന് വായിച്ച് സഹോദര ഒന്ന് വായിക്കാവോ? Who alone possesses immortality and dwells in unapproachable light, whom no man has seen or can see. To him be honor and eternal dominion. Amen. അമർത്യത എന്ന് പറഞ്ഞ എന്തുവാ? മരണമില്ലാതെ. Is it not a good word for us to be read and understand and worship the Lord? I like. യെസ്, അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിലാകട്ടെ നമ്മൾ വന്നിരിക്കുന്നത്. കർത്താവ് തന്ന എല്ലാ നന്മകൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വരുന്നവർ 4 നമ്മൾ ഇവിടെ കേട്ടതാണ്. പിന്നെ കോൺഫറൻസിൽ that is working in me, life in you. ഞാൻ പലപ്പോഴും അത് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവ് അൺഅപ്രോച്ചബിൾ ലൈറ്റിനെ ഓർക്കും, പ്രകാശത്തെ ഓർക്കും, അമർത്യതയില്ലാത്ത എനിക്കൊരിക്കലും മരണമില്ല. കർത്താവിൻ്റെ കൂടെ നമുക്ക് കാണുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം ഭയത്തോടും പറയുന്നതോടും കൂടി പ്രവാസകാലം കഴിക്കട്ടെ കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സഹോദരൻ പറയുന്നു, his wife is his friend. വളരെ നല്ലൊരു സാക്ഷ്യമാണ്. ഒരുപാട് സ്പീക്കിംഗ് ഫോട്ടോക്ക് പലപ്പോഴും എനിക്കത് പറ്റുന്നില്ല. ഞാൻ ഒരു ഇമോഷണൽ ക്രീച്ചറാണ്. കർത്താവിനെ സഹായിക്കട്ടെ, ആ സാക്ഷ്യത്തിനോട് അടുത്തു വരുവാൻ സഹായിക്കട്ടെ. ഞാൻ സുശേഷം ശ്രദ്ധിക്കാറുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഇപ്പം ജഗപത് പറഞ്ഞു നിർത്തിയ പോലെ കർത്താവ് റെസിസ്റ്റ് ചെയ്തില്ല. കർത്താവ് മറുതരിച്ചില്ല. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എതിർത്ത് നിന്നില്ല. ഓക്കെ, ഏറ്റവും ശരിയായ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞ കർത്താവ് എതിർത്ത് നിന്നില്ല. തനിക്ക് ഈ നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ 19:30 ഈ ഗേവ് സ്പിരിറ്റ് കർത്താവ് തന്റെ ആത്മാവിനെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ ഇപ്പൊ കേട്ട പോലെ നമ്മുടെ ജീവിതത്തിന്റെ നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മൾ കാണുന്നവരുടെയിലൊക്കെ ഒരു ബ്ലെസ്സിങ് ആകണം എന്ന് പലപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളൊരു പാറയായി ഇരുന്നുകൊണ്ടാണ് പലപ്പോഴും ഒരു ബ്ലെസ്സിങ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ തേഴ്സ്റ്റിനെ അതൊരിക്കലും ഫില്ല് ചെയ്യാനായിട്ട്, ആ നീഡിനെ ഒരിക്കലും ആ ആവശ്യത്തെ ഒരിക്കലും അത് സോൾവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. കാര്യം നമ്മൾ തകർക്കപ്പെടാത്തൊരു പാറയിൽ നിന്ന് ഒരിക്കലും ഒരു ജലം പുറപ്പെടത്തില്ല. നമ്മൾ തരുന്നതിനെ കേട്ടോണ്ടിരിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അനേകം സാഹചര്യങ്ങൾ നമ്മളിപ്പോ ഒരാളോട് ഒരു സുവിശേഷം പറയണമെങ്കിൽ തന്നെ, ഒരാളോട് സംസാരിക്കണമെങ്കിൽ തന്നെ യു ഹാവ് ടു ബിക്കം സ്മോൾ. ആ ആളുടെ നിലവാരത്തിലോട്ട് നമ്മൾ ഇറങ്ങി വന്ന് ആ ആളിനെ സഹായിക്കാനായിട്ട് നമുക്ക് ആ ഒരു താഴ്മയുടെ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരാളിനോട് സംസാരിക്കാണ്ട് പറ്റും. അതർവൈസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നതല്ലേ, നമ്മൾ ഇത് ചിന്തിച്ചു നോക്കുക. യേശു സ്വർഗത്തിൽ നിന്ന് വന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപദേശമാണ് പറയുന്നതെന്തെങ്കിലും വിചാരിക്കുക. നമുക്ക് ആർക്കും രക്ഷയ്ക്ക് ഒരു സാധ്യതയില്ലായിരുന്നു, അല്ലേ? ഒത്തിരി അഡ്വൈസുകൾ ഇങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, സ്വർഗത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ത്രൂട്ട് ഉപദേശമാണെന്ന് വിചാരിക്കും നമ്മളൊക്കെ ഓടിയാന്. ബിക്കോസ് ദർ ഇസ് നോ ഹോപ്പ്. ഐ മീൻ നമുക്ക് നമ്മുടെ പേരൻസ് നമ്മളോട് പറഞ്ഞപ്പോഴും നമ്മുടെ പിള്ളേര് ഇപ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഓടുന്നതിന്റെ പിന്നെ നമ്മൾ ഒത്തിരി അഡ്വൈസുകൾ പറയുമ്പോഴാണ്. എന്നാൽ നമ്മളൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആയിട്ട് യേശു നമുക്ക് വേണ്ടി മരിച്ചു. യേശു നമുക്ക് വേണ്ടി ഇന്ന് എന്റെ വലിയ ഹോപ്പ്, എന്റെ വലിയ പ്രതീക്ഷ എന്താണ്? യേശു കർത്താവ് എന്റെ കൂടെ ഉണ്ട്, അല്ലെ എനിക്ക് മുമ്പേ ഒരു മാതൃകയായിട്ട് അവനുണ്ട്. വെരി നിയർ, ഏറ്റവും അടുത്ത് എനിക്ക് പിൻപറ്റത്തക്കവണ്ണം
ഒരു മാതൃകയായിട്ട് കർത്താവ് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതുകൊണ്ട് ജീവിതത്തിന് അനേക സാഹചര്യങ്ങൾ ദൈവം നമ്മളെ നുറുക്കാനായിട്ട് ചില സമയങ്ങളിൽ നുറുക്കപ്പെടുക എന്ന് പറയുന്ന പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇറിറ്റേറ്റിംഗ് ആയിട്ട് നമ്മളെ ഇങ്ങനെ ഇപ്പം രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ വഴക്കിടാനായിട്ട് എന്തോ കാര്യം വേണം. ഞാനിപ്പം ഇപ്പം മക്കളുടെ കാര്യം പറയുമ്പോൾ തന്നെ വലിയ വലിയ ആഭ്യന്തര വിഷയങ്ങളോ കുടുംബയിലോ ഒന്നുമല്ല വിഷയം. ചെറിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോഴേ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ദേഷ്യപ്പെടും. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, നമ്മളെ കൊച്ചതാക്കുന്ന ചില കാര്യങ്ങൾ വരുമ്പോഴാണ്, വഴിയെ പോയ ഒരാൾ നമ്മൾക്ക് സൈഡ് തരാതെ പോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അനേക സാഹചര്യങ്ങൾ നമ്മൾ ബ്രോക്കൺ ആകാൻ, നമ്മൾ തകരപ്പെടാനായിട്ട് അവിടെ അല്പനേരം നിശബ്ദനായിരിക്കാൻ എങ്കിൽ നമുക്കൊരു ബ്രോക്കൺനെസ് വരും. അത് ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളോടാണ് നമ്മൾ ബ്രോക്കൺനെസ്സിലേക്ക് വരുന്നത് ഞാൻ വിചാരിക്കുകയാണ്. അപ്രകാരം തകർക്കപ്പെടാനും അങ്ങനെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നമുക്ക് അവരെ സഹായിക്കാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രകാരം ഈ ഒരു ജീവിതം സാധ്യമാണ്. അതിനായിട്ട് ദൈവം നമ്മളെ വിളിക്കുന്നു, ദൈവം നമ്മെ സഹായിക്കും. പറഞ്ഞത് ഏതൊരു അളവിൽ നമ്മൾ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു, അത്രയും ആ അളവിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്താൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പം ക്രിസ്തുവെന്ന പാറയില് മറിഞ്ഞിരിക്കാനായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് മരിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മളല്ല വെളിപ്പെടേണ്ടത്, ക്രിസ്തു വെളിപ്പെടണം. അപ്പം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇത് നടക്കണം. നമ്മൾ വെളിപ്പെടാൻ പോയി കഴിഞ്ഞാൽ ക്രിസ്തു വെളിപ്പെടത്തില്ല, അവിടെ പരാജയമായിരിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിനയത്തിൽ യേശു അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളെ കുറിച്ച് ഒത്തിരി വചനങ്ങൾ നമ്മൾ വായിച്ചു. അത് സ്കൂളിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തും വേർ ദർ ഇസ് എ ട്രൂ ലവ് ദർ ഇസ് പെയിൻലെസ്നെസ് എന്ന് പറഞ്ഞൊരു ഭാഗം പലപ്പോഴും റെഫർ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പെയിൻ നമ്മളോടുള്ള സ്നേഹം കാരണം, ലോകത്തോടുള്ള സ്നേഹം കാരണം അത്രത്തോളം വലിയൊരു ഡയമെൻഷൻ ആയിരിക്കില്ല. പിന്നെ കൂടുതൽ സാക്രതന്റെ പ്രസംഗത്തിലും ഏറ്റവും വലിയ വേദനയായിട്ട് ജീസസിന് അന്ന് തോന്നിയത് പിതാവിനോടുള്ള ഒരു സാമീപ്യമില്ലായിരുന്നു. ഉപാസനത്തേക്കാണെങ്കിൽ പോലും പിതാവിന്റെ ആ ഒരു നിയർനെസ് അത് നഷ്ടപ്പെട്ടതാണെന്നുള്ള രീതിയിലും വായിക്കുന്നുണ്ട്. എന്താണെങ്കിലും അത്രത്തോളം വലിയൊരു സ്നേഹമുള്ള ആ ഒരു അവസരത്തിൽ ആ ഒരു വേദന വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ആ ഒരു അവസ്ഥ, ആ ഒരു മിഷൻ തന്നെയാണ് പക്ഷെ ഫോളോവേഴ്സിന് അവരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോൺ 19:34 അവിടെ നമ്മൾ തുടങ്ങിയത്. പക്ഷെ ഞാനാണെങ്കിൽ എനിക്ക് മനസ്സിലായ പോലെ എനിക്ക് 1 Corinthians 10:4 അപ്പം അവിടെ ഈ 1 Corinthians 10:3 കൂടെ they all ate the same spiritual food and drank the same spiritual water, for they drank from the spiritual rock that accompanied them, and that rock was Christ. അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് വായിച്ചപ്പം എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഡാനിയലിന്റെ ആ ഒരു കാര്യം ഓർമ്മ വന്നത്. അപ്പം നമ്മൾ ഡാനിയലിന്റെ ഈ ചാപ്റ്റർ തുടക്കത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഈ അവരവിടെ കൊടുത്ത ഇങ്ങനെ ഡിഫൈൽ ചെയ്യുന്ന കാര്യങ്ങളുകൊണ്ട് അവൻ ഭക്ഷിച്ചൊന്നുമില്ല. അവൻ അങ്ങനെ അതിൽ നിന്ന് മാറിയൊന്നു. പിന്നെ ഇവൻച്വലി നമ്മൾ കുറെ കഴിയുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ വഴിയിൽ തന്നെ അവൻ ഇങ്ങനെ നടന്നു. അവൻ സ്പിരിച്വലായിട്ടുള്ള ലിക്വിഡിറ്റോളി അപ്പം ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ആ സമയത്ത് ദൈവത്തിനോട് ഏറ്റവും അടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡാനിയൽ. അപ്പം പിന്നെ നമ്മള് ഇങ്ങനെ ഡാനിയലിന്റെ ചാപ്റ്റർ 6 നമ്മളൊക്കെ വരുവാണെങ്കിൽ അവിടെ ലാസ്റ്റ് 17 വേഴ്സില് അവനെ മറ്റേ അതായത് സിംഹത്തിന്റെ ആ ഒരു കുഴിയിലോട്ട് ഇടുന്നതിന്. അപ്പം അവിടെ പറയുന്നുണ്ട് a stone was brought and placed over the mouth of the den. അപ്പം എന്റെ മനസ്സിലായിട്ടെന്ന് പറഞ്ഞാൽ ആ സ്റ്റോൺ ദൈവമായിട്ട് ഇങ്ങനെ ദൈവം വന്നപ്പം മറ്റേ നമ്മൾ നേരത്തെ വായിച്ച പോലെ നമ്മൾ ദൈവത്തിന്റെ ആ ഒരു സ്റ്റോൺ എന്നുള്ള ആ ഒരു സ്ട്രക്ചറിൽ നമ്മളെപ്പോഴും ആ പ്രസൻസ് നമ്മൾ ഹൈഡ് ചെയ്ത് നമ്മൾ എത്രത്തോളം ആ ഒരു
അതിൽ നമ്മൾ താഴ്മയോടെ നമ്മൾ നിൽക്കുന്നു, അത്രത്തോളം ദൈവം നമ്മളെ ഇപ്പം ഞാനിപ്പോ എന്തായാലും ഇങ്ങനെ ആയില്ലെങ്കിൽ ഞാൻ ഫുൾ ഒരു സ്റ്റോറി പോലെ എനിക്ക് ചിന്തിച്ചത് ഇങ്ങനെ ഇപ്പം ഇൻ കേസ് ദാറ്റ് ആ ദൈവം ഇപ്പം ദൈവം ഇങ്ങനെ ദൈവമല്ല രാജാവ് ഇങ്ങനെ പറയുമായിരുന്നു വേണ്ട ഡാനിയലിലെ ആ കുഴിക്കകത്ത് ഇടണ്ട എന്നൊക്കെ വല്ലതും പറയുവാണെങ്കിൽ പെട്ടെന്ന് മറ്റേ അങ്കിൾ അന്നേരം വേറൊരു വേഴ്സ് ഇങ്ങനെ പറഞ്ഞ എന്താ സാംസ് 31:20 In the shelter of your presence, you hide them from all human intrigues, and you keep them safe from your dwelling from accusing tongues. അപ്പം ചിലപ്പോ ഇനി ആ അന്നേരം ദൈവമാണെങ്കിൽ ചിലപ്പം ദൈവമല്ല സോറി രാജാവ് അന്നേരം ചിലപ്പോ കുഴിക്കകത്ത് ഇട്ടില്ല, ചിലപ്പം ആണില്ല, ചിലപ്പം ജീവിതകാലം മൊത്തം ഇവരുടെ വായിന്ന് അക്യൂസ് ചെയ്യുമ്പം അവർക്ക് ഒരു പകയൊക്കെ വരുമല്ലോ. അപ്പം അതൊന്നും കേൾക്കാതെ ദൈവം ആ ഒരു സമയത്ത് ആ ഒരു ഡെന്നിനകത്ത് ഡാനിയലിന്റെ ആ ഒരു സ്പിരിച്വൽ ആ ഒരു ജീവിതവും ദൈവമായിട്ടുള്ള അടുപ്പവും, കാരണം ഗോഡ് വാസ് കൈൻഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഹിം. അപ്പം അതുകൊണ്ട് ദൈവമായിരുന്ന ആ ഒരു സ്പിരിച്വൽ റോക്ക് ആയിരുന്നു അന്നേരം ഡാനിയലിനെ ആയിരുന്നു നമ്മള്. അപ്പം വേറെ ആരെങ്കിലും ചിലപ്പോൾ കുഴിക്കാത്തിട്ടാണ് ആ സിംഹം അവരെ കടിച്ചു കുറച്ച് തന്നേരും. പക്ഷെ ദൈവത്തിന് ദൈവമാണെങ്കിൽ അവനെ ആ ഒരു അത്ര നാളും അവൻ ഫെയ്ത്ത്ഫുൾ ആയിട്ട് അങ്ങനെ ഇരുന്നു. He kept a stand. He kept a stand. He took a stand for Jesus Christ. ദൈവമായിട്ട് he took a stand for God. അപ്പം ആ ഒരു കാര്യം എനിക്കൊത്തി ടച്ച് ആയി. അപ്പൊ എനിക്ക് എവിടെ പോയാലും എവിടെ പോയാലും വീട്ടിലാണെങ്കിലും തന്നെ എന്റെ ബ്രദറിനോട് സംസാരിക്കുമ്പോഴായാലും പാരന്റ്സിനോട് സംസാരിക്കുമ്പോഴായാലും ആ ഒരു ജീസസ് ക്രൈസ്റ്റ് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ആ ഒരു ഓരോ സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് എല്ലാ വചനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനിരുന്നപ്പം ഞാൻ പ്രാർത്ഥനയായിട്ട് പറഞ്ഞ ഒരു പാട്ടാണ് പാറ വളർന്ന ഒരു പാറയെ ഞാൻ മറയട്ടെ. ഇന്ന് രാവിലെ അതേക്കുറിച്ച് സംസാരിച്ചപ്പോഴും ആ പാട്ട് പാടിയപ്പോഴും ഒക്കെ ഞാൻ ഓർത്തു കർത്താവേ, ഇന്ന് രാവിലെ തന്നെ എൻ്റെ വായിലത് തന്നല്ലോ. കാരണം എന്നെ കർത്താവിന്റെ വെളിച്ചത്തിൽ കാണുന്തോറും എനിക്ക് കർത്താവിനോട് പറയാൻ ആ ഒരു കാര്യമേ ഉള്ളൂ. കർത്താവേ, അതെ വൈരാഗ്യമേറിയാലും കണ്ണുനീർ ചൊരിഞ്ഞാലും വന്നിട പാവനാശം നീ അന്വേഷിക്കുക വേണം. അതുകൊണ്ട് വെറും കഴിയാൻ ഞാൻ ക്രൂശിൽ നമ്പുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് ഇന്ന് രാവിലെ കർത്താവിനോട് പ്രാർത്ഥിക്കാനും അനുഭവിക്കാനും മനസ്സാന്തപ്പെടുവാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ എനിക്ക് വേണ്ടി പിളർക്കപ്പെട്ട ആ പാറയെന്ന് കാണിച്ചു തരികയായിരുന്നു. ആ കർത്താവിനെ കുറിച്ച്, ആ പിളർന്ന പാറയെ കുറിച്ച് പറഞ്ഞ അനേകം വചനങ്ങൾ റെഫർ ചെയ്തു. എല്ലാത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ അവിടെ ഈ പിളർന്ന പാറയെ കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് ആ യാഗമൃഗത്തിന്റെ രക്തം മുഴുവൻ ഒഴിച്ചു കളയണം, അതുപോലെ കർത്താവിന്റെ അവസാന തുള്ളി രക്തവും കൂടെ ഊറ്റാൻ വേണ്ടി അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. അപ്പൊ ആ പാറ, ക്രിസ്തുവാകുന്ന പാറയിൽ മറിഞ്ഞിരിക്കുന്ന ഒരാളിന് മാത്രമേ കൊലോസ്യരുടെ ലേഖനത്തിലെ ആ വാക്യം വായിച്ചപ്പോഴ് നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു. അപ്പം ക്രിസ്തു എന്ന പാറപ്പിളർപ്പിൽ എനിക്ക് മറയണമെങ്കിൽ ഞാൻ മരിക്കുന്ന അവസരത്തിൽ മാത്രമേ എനിക്ക് പാറപ്പിളർപ്പിൽ ഒഴിക്കാനൊക്കത്തുള്ളൂ. അപ്പൊ എവിടെയെങ്കിലും ഒഴിച്ചിരിക്കണമെങ്കിൽ വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് ഒരു സിംഹമോ കരടിയോ പാമ്പോ എന്തിനെങ്കിലും കണ്ടാൽ ഞാൻ അവിടെ നിന്ന് ഓടിച്ചെന്ന് ആ പാറയിൽ മറഞ്ഞാലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ജീവിത സാഹചര്യത്തിൽ ഈ ക്രിസ്തു എന്ന പാറയിൽ മറയണമെങ്കിൽ എൻ്റെ സ്വന്തം ജീവനിൽ നിന്ന് ഞാൻ ഓടേണ്ട ഒരു ആവശ്യമുണ്ട്. ആ സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ചിട്ട് ക്രിസ്തു എന്ന പാറയിൽ മറഞ്ഞിരുന്നാൽ മാത്രമേ, അങ്ങനെയുള്ളവർക്ക് മാത്രം അടുത്ത വാക്യം പറയുന്നത് നിങ്ങളുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ വെളിപ്പെടും. അപ്പം ഈ പാറപ്പിളർപ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തു വെളിപ്പെടുമ്പം എന്റെ ജീവനായ ക്രിസ്തു അവരുടെ ജീവനാണ് ഇനി വെളിപ്പെടാൻ പോകുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ എന്റെ ജീവനെ മരണത്തിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ക്രിസ്തുവിൽ മറിഞ്ഞിരുന്നാൽ, അല്ലെങ്കിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ആ ജീവൻ സ്വർഗത്തിൽ വെളിപ്പെടുമ്പം ഞാനും അവനോടുകൂടെ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ആ പാറയെ കുറിച്ച് പറഞ്ഞപ്പോഴ് നമ്മുടെ ഉത്തമഗീതത്തിലെ ആ കാര്യം പറഞ്ഞപ്പോഴും കർത്താവ് പറയുന്നത്
ആ പാറപ്പിളർപ്പിൽ ഇരിക്കുന്നവളാണ് എൻ്റെ കാന്ത. പാവയുടെ പിളർപ്പിലും കടുംതൂക്കത്തിലും മറിഞ്ഞിരിക്കുന്ന എൻ്റെ പ്രാവ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കർത്താവിന്റെ കാന്ത എന്ന് പറയുന്നത് വാസ്തവത്തില് ക്രിസ്തു എന്ന പാറയിൽ മറഞ്ഞിരിക്കുന്നവളാണ് കർത്താവിന്റെ കാന്ത. അതുകൊണ്ട് കർത്താവിന്റെ സഭയിലുള്ള ഓരോരുത്തരും, ഞാൻ അതിലൊന്നാമത്, കർത്താവിന്റെ ആ മാറിൽ മറിഞ്ഞിരിപ്പാൻ, ആ പിളർന്ന പാറയിൽ എപ്പോഴും മറിഞ്ഞിരിപ്പാനും, കർത്താവ് നോക്കുമ്പം ആ സൗന്ദര്യം കാണണമെങ്കിൽ, അവന്റെ കാന്തയുടെ സൗന്ദര്യം കാണണമെങ്കിൽ ആ പാറപ്പിളർപ്പിൽ ഇരിക്കുന്ന ആ ഒരുവളുടെ ആ സഭയുടെ സൗന്ദര്യമാണ് കർത്താവ് കാണുന്നത്. അതുകൊണ്ട് കർത്താവ് അങ്ങനെ ഒരു പാറപ്പിളർപ്പിൽ പാർക്കുന്ന ഒരു സഭയായിട്ട് ആയിരിക്കാൻ തക്കവണ്ണം ഓരോരുത്തരും ആയിത്തീരേണ്ടതിന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കർത്താവിന്റെ വീണ്ടെടുപ്പുകാരനാണ്, പാറയാണ്, രക്ഷകനാണ്. പറയാറുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും ആ പാറയിൽ മറിഞ്ഞിരിക്കാൻ തക്കവണ്ണം ഉള്ളൊരു താഴ്മ ഉണ്ടായിരിക്കാൻ എന്നെ സഹായിക്കാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഈ ജഡം പൗലോസ് പറയുന്നത് പാപത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് തന്നെ ആ വിടിയിച്ചു. യേശു ക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ കർത്താവേ, അതുകൊണ്ട് ക്രിസ്തുവിൽ നിർദ്ദിച്ച ന്യായപ്രമാണം മുഴുവൻ എനിക്ക് സ്വന്തമായി തീരണമെങ്കിൽ ഞാൻ ജഡത്തെ അല്ല ആത്മാവിനെ അനുസരിക്കുന്നവളായിരിക്കണം. അതുകൊണ്ട് എപ്പോഴും കർത്താവെ ആ പാറപ്പിളർപ്പിൽ മറിഞ്ഞിരിക്കാൻ തക്കവണ്ണം ക്രിസ്തുവിൽ മറിഞ്ഞിരുന്നുകൊണ്ട് ഒരു ജീവിതം, യേശുവിന്റെ ജീവൻ പുറത്തു വരുന്ന ഒരു ജീവിതം കർത്താവ് എപ്പോഴും നയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതെപ്പോഴും വരാറില്ല. അതാണ് എൻ്റെ സങ്കടം. അതുകൊണ്ട് കർത്താവ് എല്ലാ സമയത്തും യേശുവിന്റെ ജീവൻ വെളിപ്പെടുന്ന ഒരു ജീവിതത്തിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അമ്മേ. അവന്റെ ലക്ഷ്യം തന്നെ വീണ്ടെടുത്തു. എന്നാൽ ഞാൻ പല പ്രതീക്ഷകളുടെ ഒടുവിലും അതിനെ നോക്കി മുന്നോട്ട് പോകാനായിട്ട് ശക്തി കിട്ടുവാൻ പരിശുദ്ധാത്മ ശക്തി എപ്പോഴും അനുഭവിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്നെ വിശ്വസിക്കുകയും പാറയിൽ പാട്ട് പറഞ്ഞ പോലെ കൊടുങ്കാറ്റിന്റെ നടുവില് പാറയുടെ പിളർപ്പില് സജീവമായിട്ട് കൂടി പോലെ ഏത് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോഴും മറ്റ് സൊല്യൂഷൻസിലേക്ക് പോകാതെ ആ പാറയുടെ പിളർപ്പിൽ മാത്രം സജീവം കണ്ടെത്തുവാനായിട്ട് ഞാൻ യേശു മറിഞ്ഞിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തം ഹിതം എത്രയായി പാറ കട്ടിയുള്ളതുപോലെ ഇവിടത്തിലും വളരെ കട്ടിയായിട്ടുള്ള പാറ പൊട്ടൻ യേശുവിന്റെ ജീവനിൽ നമ്മൾ വെളിപ്പെടുന്നുണ്ട്. എന്റെ സ്വന്തം ഹിതത്തെ പൊട്ടിച്ച് യേശുവിന്റെ ജീവനിൽ വെളിപ്പെടുവാനും മറിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ജനുവരി മാസം 26-ാം തീയതി 2025 ഇവിടെ എന്നെ കൂട്ടിവരുത്തിയിട്ടുള്ള വെച്ചായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നലെ രാത്രിയില് ഞാൻ വല്ലാണ്ട് കാലത്തിട്ട് മനമൊരുകി ദൈവത്തോട് പ്രാർത്ഥിച്ച് ഏത് ഗുണമെന്നറിയാനില്ല ഞാനുമില്ലെന്നാണ് എന്റെ തിരുനാമ നിമിത്തം ഞാൻ ഒരു മാർഗത്തിൽ തിരിച്ചു. ദൈവത്തിന്റെ ഹിതത്തിനും ഇഷ്ടത്തിനും പരിശുദ്ധാത്മാവ് എനിക്ക് വഴി തുറന്നതായിരുന്നു. അത് തുറന്ന വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. പറഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കപ്പോഴും തന്നെ ഇവരുടെ നമ്പർ കിട്ടി എനിക്ക് വിളിക്കാനും ഇവിടേക്ക് വരുവാനുള്ള വഴിയും വേഗത്തിൽ തന്നെ ദൈവം എനിക്ക് തുറന്നിട്ടാണ്. ഇവിടെ വന്ന് എന്നെ കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ എന്നെ ഞാൻ ജീവയാഗമായിട്ട് സമർപ്പിക്കുന്നു. എന്തന്വേഷിച്ചോ എന്താഗ്രഹിച്ചോ അത് ഇന്നിവിടെ ദൈവം എനിക്ക് തന്നു. അതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്ത് നന്ദി പറയുന്നു. കർത്താവ് എന്റെ പാപത്തിന് വേണ്ടി മരിച്ച് ആ പിളർന്ന പാറയിലൂടെ കടക്കുമ്പോൾ ആ മുറിവ് രക്തമൊലിക്കുന്നത് വാർന്നൊലിക്കുന്നത് ആ അനുഭവത്തിലൂടെ ഒക്കെ ദൈവം കടത്തിവിട്ടതിന് സ്തോത്രത്തോട് നന്ദി പറയും. ഞാൻ എന്റെ കഷ്ടത ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. കാരണം ആ കഷ്ടത എന്നെ ഏറ്റവും കൂടുതൽ ദൈവത്തോട് എന്നെ അടുപ്പിച്ച് എന്റെ ദൈവം ആരെന്ന കഷ്ടതയിൽ എനിക്ക് സ്തോത്രം അറിയാൻ ദൈവം ഇടവരുത്തി അതിലെല്ലാം ഒറ്റയ്ക്ക് നിർത്തി. അപ്പൊ അതൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് 31-ാം സങ്കീർത്തനത്തിലെ 20-ാമത്തെ വചനത്തിൽ കൂടി ദൈവം അതിന് മറുപടി നമുക്ക് ഉണ്ടായ സന്തോഷവും ആനന്ദവും എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അപ്പം ആ ക്രിസ്തുവിന്റെ മരണം എപ്പോഴും നമ്മുടെ ശരീരത്തിൽ വഹിച്ചാൽ മാത്രമേ ആ ജീവൻ നമ്മളിലൂടെ വെളിപ്പെടുത്തോളം പറയുന്നു.
അപ്പൊ ആ മരിച്ച് പൂർണ്ണമായിട്ട് മരിക്കണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കൊന്നും കഴിയില്ല. കർത്താവെ അങ്ങനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ പരിശുദ്ധ ആത്മാവ് ഈ ജഡത്തിന്റെ ഇച്ഛകളെ, മോഹങ്ങളെ, വാക്കുകളെ, സംസാരങ്ങളെ, ആഗ്രഹങ്ങളെ എല്ലാം മരിപ്പിച്ചു തന്നെങ്കിൽ മാത്രമേ ആ ജഡത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മരിച്ചാത്മാവ് ജീവിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ക്രിസ്തു എന്നെ വെളിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ജീവയാഗമായിട്ട് സമർപ്പിക്കുന്ന പൂർണ്ണമായിട്ട് അതിനെ മരിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന എന്നെ ശക്തനാക്കുമെന്ന് പറഞ്ഞു. സകലത്തിൽ മതിയാവുന്നു എന്നുള്ള വചനത്താൽ ശക്തനാക്കുന്ന ദൈവം മാത്രം അതിൽ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പലപ്പോഴും ഈ കർത്താവിനെ അറിഞ്ഞ് വന്ന വഴിയിലൊന്നും ആ വഴിയുടെ കടന്നു പരസ്യം കഴിഞ്ഞിട്ടില്ല. എന്താ എന്നാൽ ഒരുപാട് കതറിയിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് ദൈവം അതിൽ കൂടി കടത്തി വിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഞാൻ ദൈവത്തിന് കൂടി നന്ദി പറഞ്ഞു. ഈ ലോകത്ത് കൂടുതൽ ഒന്നും അന്വേഷിക്കുന്നത് അതെല്ലാം ചപ്പും ചവറുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. അതെല്ലാം ഒരു ദിവസം ഇവിടെ വീട്ടിട്ട് പോകേണ്ടതാണ്. കർത്താവ് എപ്പൊ നമ്മൾ ഈ ഇവിടെ ജീവനോടെ ഇരുന്നാലും അതല്ല കർത്താവിന്റെ വരെ ഇരുന്നാലും അതെല്ലാം മരണപ്പെട്ടാലും ക്രിസ്തുവിനുള്ളതെന്നുള്ള ആ ഒരു ബോധത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ പ്രയോജനമുള്ളതായിട്ട് നമ്മുടെ വാക്കിനാൽ ഇന്ന് കേട്ടതുപോലെ മറ്റുള്ളവർക്ക് അവര് അനുഗ്രഹവും ഒരു ഉപകാരവുമായി തീരണം. വാക്കിനാൽ രുചി വരുത്തിയതും കൃപയോട് കൂടിയതുമായി തീരാനല്ല ഞാൻ എന്റെ നാവിനെയും സർവേന്ദ്രിയങ്ങളെ സമർപ്പിക്കുന്നു. ദേവദൈവ ആത്മാവിനെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമം എന്നിലൂടെ മഹത്വമെടുക്കാം. ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടുവാൻ ഇടയാകരുത്. എന്നെ എന്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം ഒരുപാട് അനുഗ്രഹപ്രദമായിരുന്നു. അത് ഹൃദയത്തിൽ ആനന്ദം തോന്നുന്നതായിരുന്നു. എന്ത് അന്വേഷിച്ചിട്ട് നിങ്ങൾ കണ്ടെത്തും എന്ന വചനത്താൽ ഇവിടെ വന്നിട്ട് കണ്ടെത്താൻ കഴിഞ്ഞതിനായിട്ട് സ്തോത്രത്തോട് ദൈവത്തിന് നന്ദി പറഞ്ഞതിന് ദാസിനെ ഉപയോഗിച്ചതിനായിട്ട് കോടി കോടി നന്ദി പറയുന്ന ദാസിന്റെ അവരുടെ സംസാരിച്ച് അത് കർത്താവെ അടിമയുടെ ഹൃദയത്തിൽ 30, 60, 100 മേനിയായിട്ട് ഫലം കായ്ക്കുവാൻ ഇടയാകണം. ശരീരത്തിന് പൂർണ്ണമായി മരിപ്പിച്ചുകൊണ്ട് ക്രിസ്തു ഞങ്ങളെ വെളിപ്പെടുവാൻ ഇടയാകും എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് കൂടി നന്ദി പറയുന്ന ദൈവത്തിന് മഹത്വം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാധാന്യം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം എപ്പോഴും ദൈവത്തിന്റെ വചനം ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് ദൈവം കൽപ്പിച്ചല്ലോ. സ്നേഹിക്കുന്നവൻ തന്നെ സ്നേഹിക്കുന്നവന് അവൻ ശിക്ഷിക്കുന്നു. എങ്ങനെ ശിക്ഷിക്കുന്നു? വചനത്തിൽ കൂടെ ഞാൻ ശരിയാകാൻ ഓരോ ദൈവവചനങ്ങളും കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് പോകാൻ തക്കവണ്ണം ഈ വചനം കേൾക്കുന്നത് മൂലം അത് കേൾക്കുക മാത്രമല്ല ചെയ്യുന്നവരായിരിക്കും എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം അതിനായിട്ട് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, കർത്താവ് ഞാൻ ഓരോ ദിവസവും വളരണം. ഇല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ മുമ്പിലുള്ള ജീവിതം, ക്രിസ്തീയ ജീവിതത്തിന് ഒരു വിലയുമില്ലല്ലോ. ഞാൻ ഓർക്കുവാൻ ആ കർത്താവ് ക്രൂശിൽ മരിച്ചത് ആ പിളർന്ന പാറയിലേക്ക് ഞാൻ മറയട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ എപ്പോഴും എന്നെ മറ്റുള്ളവർ കാണുമ്പോൾ യേശുവിനെയാണ് കാണേണ്ടത്. കർത്താവിൽ ഞാൻ മറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വയമല്ല, എന്നിൽ യേശുവിനെ കാണണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം കേൾപ്പിക്കാനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അതിൽ ഞാൻ ഇതുവരെയും എപ്പോഴും ഞാൻ ഓർക്കും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഞാൻ മാനിക്കുന്ന കർത്താവിന്റെ നോട്ടത്തില് ഞാൻ എന്തുമാത്രമായെന്നുള്ളത് ദൈവം കാണുന്നുണ്ട്. പക്ഷെ അതിനായിട്ടുള്ള ഒരു വാഞ്ച എനിക്ക് ഉണ്ട്. എൻ്റെ കുടുംബത്തെയും എൻ്റെ കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. ഈ ദൈവത്തിന്റെ ആ സ്വഭാവത്തിലേക്ക്, ക്രൂശെടുക്കുന്ന സ്വഭാവത്തിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ളതെല്ലാം ആത്മാവിന്റെ ഫലങ്ങളല്ല, ചിലപ്പോൾ ജഡത്തിൻ്റെതായിട്ടുള്ളതെല്ലാം ദൈവം അതിനുള്ള അവസരം നമ്മുടെ സ്വയ ജീവിതത്തിലും കുടുംബത്തിലും ഈ ലോകത്ത് ജീവിക്കുമ്പോഴൊക്കെ എന്നും ഞാൻ ഓർക്കുന്നുണ്ട്, എന്നും ദൈവം അതിന് അവസരം തരുക. കാരണം നമ്മൾ അതിനകത്ത് അത് പ്രതികരിക്കുന്നുണ്ടോ, പ്രാക്ടിക്കൽ ആകുന്നുണ്ടോ, കർത്താവിനെ ഓർക്കുന്നുണ്ടോ, ഈ ക്രൂശിന്റെ പ്രാധാന്യം ഉണ്ടോ, അത് കേൾക്ക് മാത്രമേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞ പോലെ അറിവ് കൂട്ടുന്നത് മാത്രമേ ഉള്ളൂ, വളർന്നിട്ടുണ്ടോ? എപ്പോഴും ഞാനത് ചിന്തിക്കാറുണ്ട്. അത് ദൈവത്തിന്റെ മുമ്പാകെ ഒരു സീരിയസ് ആയിട്ട് എടുക്കുവാനില്ല എങ്കിൽ പിന്നെ ആ ക്രിസ്തീയ ദൈവത്തിന് പ്രാധാന്യമല്ല. അത് മറ്റുള്ളവരെ ആരെയും നോക്കണ്ട. ചിലപ്പോൾ നമ്മൾ ഭവനത്തിൽ ഒരാൾ മതി കർത്താവ് നോക്കുന്നത്. മറ്റുള്ളവരെ നോക്കുവാനോ അല്ലെ ആൾക്കാരെ നോക്കുവാനോ, കുഞ്ഞുങ്ങളെ, ഭർത്താവിനെ, ഭാര്യയെ നോക്കിക്കൊണ്ട് എനിക്ക് വളരാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞാല് കർത്താവ് അതിനൊന്നും ഒരു എക്സ്ക്യൂസ് ഇല്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങൾ കർത്താവിന്റെ കുറിച്ചെടുക്കാനും ദൈവത്തോട് അടുക്കുവാനുമാണെന്നുള്ളത്
ദൈവം അത് ഓരോ ദിവസവും കാണിച്ചു വരുന്നുണ്ട്. ആത്മാവിന്റെ ഫലങ്ങളായ സന്തോഷം, സമാധാനം, സ്നേഹം, ഇതിന്റെയൊക്കെ എതിരായിട്ടുള്ളത് പല വിധത്തില് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നേരിടേണ്ടി വരും. എന്നാൽ അവിടെയൊക്കെയും ആ കർത്താവ് ക്രൂശിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ എപ്പോഴും ഓർക്കും, ഒരു ക്രൂശിന്റെ മരണമുണ്ടെങ്കിൽ അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ദൈവം ജീവിച്ചിരിക്കുന്ന ദൈവമാണ്. നമുക്ക് കഴിയാൻ വയ്യാത്ത സ്വഭാവങ്ങളിൽ കൂടെ ആ കർത്താവിന്റെ ക്രൂശിൽ മരിക്കുകയാണെങ്കിൽ യഥാർത്ഥമായിട്ട് മറ്റുള്ളവരുടെ കാഴ്ചയിലല്ല, അത് പരിശുദ്ധാത്മാവ് അവയും അതിന് സഹായിക്കുകയും ഉപകരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അവിടെ ഉണ്ട്. ചില സ്വഭാവങ്ങൾ നമ്മുടെ ജഡത്തിന്റെ നമുക്ക് കളയാൻ വലിയ ക്രൂശെടുക്കുമ്പോൾ അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു പുതിയ ജീവനുണ്ട്. എന്നാൽ സാത്താനോട് സംഭവിക്കത്തില്ല. പലപ്പോഴും ക്രൂശെടുക്കാൻ ജഡത്തിന്റെ ഇഷ്ടങ്ങൾ തന്നെ കാണിച്ചു വരും. അതുകൊണ്ട് അത് ആയിട്ട് ഞാനൊരു വാക്യം എബ്രായർ 12 വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും. അപ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴും ഈ പാപികളെ നേരിട്ടതാണ്. അതുപോലെ നമ്മളും പാപത്തോടാണ് ജയിക്കേണ്ടത്. അതിൽ വരുന്ന കഷ്ടത എല്ലാം ഉണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും അവിടെ ഒരു നമ്മുടെ മുമ്പിൽ ഒരു സന്തോഷമുണ്ട്. കർത്താവ് ഉയർത്തേണ്ട ദൈവമാണ്. അതുകൊണ്ട് നമ്മളും ഇതിനെ ജഡത്തെ ജയിക്കുവാൻ കർത്താവിനെ നോക്കിക്കൊണ്ട് സാധിക്കുമെന്നുള്ളത് ദൈവം എന്റെ ജീവിതത്തിൽ ഇന്നുവരെയും അതിനുള്ള വഴികളും അവസരങ്ങളും ഒക്കെ തരുന്നുണ്ട്. അത് കൂടുതലായി വളരുവാൻ കർത്താവിന്റെ എന്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും എല്ലാ ദൈവമക്കളെയും അതിനായിട്ട് ദൈവം സഹായിക്കട്ടെ. എല്ലാം ദൈവം കുറെ കാര്യങ്ങൾ എന്റെ ഈ ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മള് പല അറിവുകളും നമുക്ക് ഉണ്ട്. അതനുസരിച്ച് തന്നെ ജീവിക്കാനായിട്ടൊരു സാധ്യത ഉണ്ട്. പക്ഷെ അവിടെ എല്ലാം ഒരു ഫെയിലിയർ ആയിട്ട് ഞാൻ എന്റെ ലൈഫ് തന്നെ കണ്ടു. പല സാഹചര്യങ്ങളിലും പല ആൾക്കാരോട് ഇടപെടുമ്പോഴും, മക്കളോടാണെങ്കിലും ഹസ്ബൻഡിനോടാണെങ്കിലും അവിടെ എല്ലാം എന്റെ തിയറീസ് എല്ലാം അവിടെ എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവിടെ നല്ല നല്ല കാര്യങ്ങൾ ചിലപ്പോൾ അവിടെ ഇവിടുന്നൊക്കെ എടുത്ത് വെച്ച് അതൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. എനിക്ക് അതിനുള്ള കഴിവില്ല, ബലമില്ല എന്നുള്ള ഒരു കാര്യം ദൈവം എന്നെ തന്നെ ആ ഒരു സീറോയിലേക്ക് കൊണ്ടുവന്നു. അവിടെ കർത്താവല്ലാതെ വേറെ ഇങ്ങോട്ട് നോക്കാനായിട്ട് ഇല്ല എന്നുള്ളത് ദൈവം ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചു. ഇന്നും കേട്ടപ്പം എനിക്ക് മനസ്സിലായത് എന്റെ സ്വയത്തിലുള്ള പ്രയത്നങ്ങളെല്ലാം ആ ഒരു സീറോയിലേക്ക് എത്തുമ്പോഴ ഞാൻ കർത്താവിലേക്ക് നോക്കുമ്പോൾ എന്റെ ലൈഫ് ചേഞ്ച് ആകും. എനിക്ക് അവിടെ എങ്ങനെ എന്റെ റിലേറ്റീവ്സിനോട് സംസാരിക്കണം, മക്കളോട് എങ്ങനെ സംസാരിക്കണം, ഹസ്ബൻഡിനോട് എങ്ങനെ സംസാരിക്കണം, അത് എനിക്കായിട്ട് സ്വയമായിട്ട് മാനുഫാക്ചർ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ക്രിസ്തുവിന്റെ ജീവിതം അത് കർത്താവിനെ ഞാനിവിടെ മരിക്കുവാണെങ്കിൽ മാത്രമേ കർത്താവിനെ അവിടെ വെളിപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. DL മോഡിയുടെ ഒരു കോട്ടാണ് ഇങ്ങനെ, അതായത് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുമ്പം നമ്മളുടെ ഭാര്യയോ ഭർത്താവിനെയോ കൂടുതൽ നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിയും. അല്ലാതെ നമ്മൾ സ്വയമായിട്ട് അവരെ നമ്മളുടെ സ്വയത്തിലെ പല കാര്യങ്ങളും ചെയ്ത് നമ്മളുടെ ഭാര്യയോ ഭർത്താവിനെ സ്നേഹിക്കാൻ നോക്കുവാണെങ്കിൽ ഒരിക്കലും കഴിയത്തില്ല. മറിച്ച് നമ്മളെ കർത്താവിനെ സ്നേഹിച്ചാൽ മതി. അപ്പൊ കർത്താവ് നമുക്ക് നമ്മളെ മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് കർത്താവ് കാണിച്ചു തരും. അങ്ങനെ ശരിക്കും ആ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈഫ് ഇപ്പം പല ക്രിസ്ത്യകോളത്തിലെല്ലാം എല്ലാം അങ്ങ് നമ്മളെല്ലാം എന്ത് ചെയ്താലും അങ്ങ് അങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ, നമ്മള് ഒരു സ്റ്റാറ്റസ് ഇടുക, ഒരു ഫോട്ടോ എടുക്കുക, അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,
വല്ലതും ഇങ്ങനെ ഒരു പുറമേ ഉള്ള ഒരു ക്രിസ്ത്യൻ ഒരു എന്തൊക്കെയോ കഴിഞ്ഞ കോൺഫറൻസിൽ പറഞ്ഞ ഒരു പെയിന്റഡ് ഫയർ എല്ലാം പുറമെ എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ അകത്ത് മറന്നിരിക്കുന്ന ഒരു ജീവിതം അത് എത്ര പേർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം. അവര് മറ്റുള്ളവരുടെ ഭാര്യയോട് എങ്ങനെ സംസാരിക്കുന്നത്, മക്കളോട് എങ്ങനെ സംസാരിക്കുന്നത്. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് സ്കൂളിൽ പോകാനും ബസ് വന്ന് കാത്ത് അവിടെ നിൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വായിന്ന് വീഴുന്നുണ്ടെങ്കിൽ നമുക്കപ്പം ഈ പുറമേ ഉള്ള കുറെ ഷോ മാത്രമേ ഉള്ളായിരുന്നു, യഥാർത്ഥത്തിലുള്ള മറന്നിരുന്ന ഒരു ജീവിതം ഇല്ലായിരുന്നു എന്നുള്ള അവിടെ മറ്റുള്ളവർക്ക് വെളിവാകും. അത് ശരിക്കും എത്രമാത്രം കർത്താവിന്റെ വിധത്തിൽ അല്ല അങ്ങനെ ഒരു ജീവിതം എന്നുള്ള ദൈവം കാണിച്ചു തന്നത്. പിന്നെ ടേൺ യുവർ ഐസ് അപ്പോൺ ജീസസ് ആ പാട്ട് ഞാൻ ഓർക്കുമായിരുന്നത് കേട്ടപ്പം ഓരോ സാഹചര്യത്തിലും കർത്താവിനെ നോക്കാനായിട്ട് കർത്താവിനെ മുഖത്തേക്ക് നോക്കുമ്പം കേട്ടതുപോലെ സങ്കീർത്തനത്തിനൊക്കെ വായിച്ചല്ലോ അവിടെ കർത്താവ് എല്ലാം ചെയ്യുന്ന കർത്താവ് എല്ലാം ഇപ്പൊ നമ്മൾ എയറോപ്ലെയിനിൽ ഇരുന്ന് നോക്കുമ്പോൾ താഴത്തെ കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് തോന്നുന്നത് പോലെ ആ ഒരു പാർപ്പിടത്തിലെ കർത്താവിന്റെ പ്രസൻസിലെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാക്കിയെല്ലാം ചെറുതായിട്ട് തോന്നും. ബാക്കി നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം അവിടെ വളരെ ഉറുമ്പിനെ പോലെ അതൊന്നും അല്ലാന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ പത്രോസിന്റെ ജീവിതത്തിലും പത്രോസ് അത്രയും വലിയ 3 തവണ തള്ളി പറഞ്ഞെങ്കിലും ഹി ലുക്ക്ഡ് അറ്റ് ജീസസ് ആൻഡ് വെപ്റ്റ് ബിറ്റർലി. അവിടെ റിപ്പന്റൻസിന്റെ അത് മറിച്ച് യുവദാസ് ആണെങ്കിൽ അവിടെ വേറെ ഒരു പുള്ളി കർത്താവിന്റെ മുഖത്തേക്കല്ല നോക്കിയത്, വേറെ കടലിലേക്ക് നോക്കി അവിടെ നിരാശപ്പെട്ടു പോയി. അപ്പം എന്ത് സാഹചര്യത്തിലും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാനും തിരിച്ചു വരാനും കർത്താവ് നമ്മളെ അവിടെ ബലപ്പെടുത്തും, കർത്താവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കും. കർത്താവിനെ അവിടെ ഒരു കർത്താവിന്റെ കൂടെ മറിഞ്ഞിരുന്ന ഒരു ജീവിതം ജീവിച്ചാൽ മറ്റുള്ളവർക്ക് ഒരു ബ്ലെസ്സിങ് ആവും. അല്ലാതെ ഞാനായിട്ട് സ്വയത്തില് പല കാര്യങ്ങളും ചെയ്താലൊന്നും അവിടെ അത് പ്രയോജനമല്ല എന്നുള്ള കാര്യം എന്നെ കാണിച്ചു തരുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. എന്നിട്ട് മെസ്സേജ് അതിനായിട്ട് എന്നെ എൻകറേജ് ചെയ്യുന്നതായിട്ട് ഞാൻ പിടിക്കുന്നതാണ്.